ഛത്തീസ്ഗഡിലെ മലയാളിയായ രണ്ട് കന്യാസ്ത്രീകളെ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അവരോടൊപ്പം ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ 3 കുട്ടികൾക്ക് പ്ലാറ്റൂൺ ടിക്കറ്റ് ഇല്ലാതെ കൊണ്ടു. ആ പ്ലാറ്റൂൺ ടിക്കറ്റ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ അവിടുത്തെ ടിക്കറ്റ് എക്സാമിനറും മറ്റും പ്ലാറ്റൂൺ ടിക്കറ്റ് ഇല്ലാത്തതിന് അവരെ തടഞ്ഞു നിർത്തി. അവരപ്പം പറഞ്ഞു, തങ്ങൾ ആഗ്രയ്ക്ക് പോവുകയാണ്, തങ്ങളുടെ ഒപ്പം 2 കന്യാസ്ത്രീമാരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം കന്യാസ്ത്രീമാർ വന്നു. ആ സമയത്ത് അവിടെ ബജ്റംഗ് ഒരു ലേഡിയും അവരുടെ സംഘടനകളും അംഗങ്ങളും എത്തി. മതപരിവർത്തനം നടത്തുകയാണ് ഇവർ കന്യാസ്ത്രീമാർ. അവരുടെ ഔദ്യോഗിക വേഷത്തിൽ തന്നെയാണ്. അത് ഒളിച്ചും പാത്തുമല്ലായിരുന്നു. അവർക്ക് ആഗ്രയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കുഷ്ഠരോഗികളെയും മറ്റും നോക്കുന്ന ഒരു അനാഥാലയം നടത്തുന്നുണ്ട് അവർ. അവിടുത്തേന് ആണ് ഈ 3 കുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോയത്. കുട്ടികൾ 3 പേർക്കും പ്രായപൂർത്തിയായവൻ. 4ാമത് ഒരാളുണ്ടായിരുന്ന SH വിഭാഗത്തിലാണ്. അവിടെയുള്ള ബജ്റംഗ് ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീമാരെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ആ കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവർ പറയുന്ന പോലെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം അമെൻഡ്മെൻറ്റ് ആക്ട് 2006 വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് 3 വർഷത്തെ തടവും 20,000 രൂപയാണ് പിഴ. ഇന്ത്യയിൽ ഈ മതപരിവർത്തനം നടത്തുന്ന നിയമം നടപ്പാക്കാൻ കഴിയില്ല. കാരണം നമ്മളൊരു ഫെഡറൽ സ്റ്റേറ്റാണ്, മതേതരത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും ഏത് മതവും സ്വീകരിക്കാം. അതൊരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ അല്ല. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏത് മതത്തിലേക്കും പോകാം, വീണ്ടും തിരിച്ചു വരാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡ് പോലെ ഇന്ത്യയിലെ 8 സംസ്ഥാനത്ത് സംസ്ഥാന നിയമമായിട്ട് മതപരിവർത്തനത്തെ കുറ്റകരമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഒരു നിയമം ഓൾ ഇന്ത്യ നിലവാരത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഏത് മതത്തിലും വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം, ഏത് മതത്തിൻ്റെ ആചാരങ്ങൾ നമുക്ക് നടത്താം, ഇന്ത്യയിലെ ഏത് മതസ്ഥാപനത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാം. അതാണ് ഇന്ത്യയുടെ മതേതര സ്വഭാവം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അവർ ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ മതേതര സ്വഭാവത്തോടു കൂടിയാണ് അവരുടെ നയങ്ങൾ. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP അവിടെ ഛത്തീസ്ഗഡിൽ എത്തിക്കഴിഞ്ഞു. കാരണം അവർ ആ മലയാളി കന്യാസ്ത്രീകളെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു പൊതു നിയമമില്ല. ഒരു മത കൺവേർഷൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്ന് വേറെ ആളെ ബലം പ്രയോഗിച്ച് കൺവേർഷൻ നടത്തുന്നതിന് ഇന്ത്യയിൽ ഒരു പൊതു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. ഫെഡറൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരു ഫെഡറൽ ലോ നമ്മുടെ ഇന്ത്യയിലില്ല. അതിൻ്റെ കാരണം ഭരണഘടനയിലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, പേഴ്സണൽ ലിബർട്ടി, നമ്മുടെ സ്വതന്ത്രത ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, അതുപോലെ പേഴ്സണൽ ലിബർട്ടി, ഈ 2 കാര്യം ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, എല്ലാവരും ഒരുപോലെ കാണണം, ആർട്ടിക്കിൾ 14. ഇതിന് വിരുദ്ധമായ ഒരു നിയമമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, മറ്റേ ചില സ്റ്റേറ്റുകൾക്ക് ഇത്തരത്തിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കാം. BJP ഗവൺമെൻറ് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായ ഒരു നീക്കം തന്നെയാണ്, അതേസമയത്ത് ഭരണഘടനാപരമായ ഒരു നീക്കമല്ല. ഇന്ത്യയിലെ ഒരു ഫെഡറൽ സ്വഭാവത്തോടുള്ള ഒരു രാജ്യമായതുകൊണ്ട് നമ്മുടെ ഭരണഘടന ഇതൊക്കെ ഏത് മതം സ്വീകരിക്കുന്നതിനും ഏത് മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് അവകാശമുണ്ട്. അതൊരു നിയമപരമായ ഭരണഘടനാപരമായ ഒരു ചുമതലയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അതിനെ ഘടകവിരുദ്ധമായി ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാത്തത്. അതേസമയത്ത് BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ, 5-8 സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് 1968 ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ബലം പ്രയോഗിച്ച ഒരാളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കണക്കാക്കിയിട്ടാണ്.
അത് പൊതു സ്വഭാവത്തോടുകൂടി ഇന്ത്യയിൽ ഒരു നിയമം നടപ്പാക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു മൈനർ ലോയുടെ ഒരു പരിഗണനയിൽ വരുന്ന ഓരോ സംസ്ഥാനങ്ങൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കി 5 to 10 ഗുജറാത്ത് ഉൾപ്പെടെ ഉള്ള മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ആ നിയമം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പോലെയോ അല്ലെങ്കിൽ തമിഴ്നാടിനെ പോലെയോ ഉള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് ഇതുപോലത്തെ ഒരു നിയമം നടപ്പാക്കാൻ കഴിയില്ല. കാരണം അത് വീക്ഷണം വ്യത്യാസമാണ്, ഭരണഘടന അനുസരിച്ചുള്ള വീക്ഷണമാണ്. ഏത് മതം സ്വീകരിക്കാനും ബുദ്ധമതമോ ജൈനമതമോ ക്രിസ്ത്യൻ മതമോ മുസ്ലിം മതമോ ഹിന്ദു മതമോ ഏതിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം, ഏതിൽ നിന്ന് വേണം മറ്റൊരു മതത്തിലോട്ട് മാറാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. അതിന് വിരുദ്ധമായി സങ്കുചിത മനസ്സുള്ളവരാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ഈ റിലീജിയസ് ഫ്രീഡം അമെൻഡ്മെൻറ്റ് ആക്റ്റും ഒക്കെ അവർ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് വകുപ്പുണ്ടാക്കിയിരിക്കുന്നത്. 3 വർഷം വരെയാണ് പൊതുവേ എല്ലാ സംസ്ഥാനങ്ങളും അതിന് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. 20,000 രൂപ പിഴ പറഞ്ഞിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ 1968 ഛത്തീസ്ഗഡിൽ 1 വർഷത്തെ തടവും 2,000 രൂപ പിഴയെ പറയുന്നുള്ളൂ. ഏതായാലും വളരെ കോൺട്രവേഴ്സ്യലായ ചില പ്രശ്നങ്ങളാണ് ഈ മൈനർ ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേറ്റ് ലോസ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അത് ഒന്നെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാനും കഴിയില്ല. സുപ്രീം കോടതി ചെന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അത് 21, 14 ഒക്കെ പ്രമാണിച്ച് ഈ കേസ് നിലനിൽക്കത്തില്ല. അതേസമയത്ത് സ്റ്റേറ്റ് ലോ ഉള്ളിടത്ത് അവരെ അറസ്റ്റ് ചെയ്യും, റിട്ടേൺ ചെയ്യാം. ഇവിടുത്തെ കന്യാസ്ത്രീമാരെ എല്ലാവരും അവിടുത്തെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള MP പോയി കണ്ടിരിക്കുന്നു. അവർ കിടക്കുന്നത് തറയിലാണ്, ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ 2 കന്യാസ്ത്രീമാരും മറ്റു കുട്ടികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ബജറംഗളിൻ്റെ ഒരു ലേഡി അവിടെ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ചാനലിൽ കൂടെ നമ്മൾ കേട്ടു. അവരിവരെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. ആ ലേഡിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് അവർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് അങ്ങനെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നിയമം കയ്യിലെടുത്തത് നമ്മൾ കണ്ടു. അതിനകത്ത് കന്യാസ്ത്രീമാരെ അവരെ കൂടെ കൊണ്ടുവരെ മർദ്ദിക്കുന്നത് കണ്ടു. ആ കുട്ടികളുടെ പിതാക്കന്മാരെ വിളിച്ചു കൊടുത്ത് അവരെ അടിക്കുന്നതും നമ്മൾ കണ്ടു. അതൊന്നും ഇന്ത്യയിലൊന്നും വില പോകില്ല. അത് ക്രമേണ ഇന്ത്യയിൽ നിന്ന് മാറേണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് അവരെ അടിച്ചതിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവർക്കൊരു പോലീസ് അധികാരമില്ല. ബജറംഗളിൻ്റെ ഒരു പ്രവർത്തക മാത്രമേ ഉള്ളൂ. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കേണ്ടി വരും. ഇത് സുപ്രീം കോടതി വരെ ഈ ഇഷ്യൂ പോകും. കാരണം അവർ കാണിച്ചത് മർദ്ദിച്ചിരിക്കുന്നു, അത് നമ്മൾ കണ്ടു. അങ്ങനെ ആ മർദ്ദിക്കാൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ബജറംഗളിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇവരെ കണ്ടെത്തി ആ ബജറംഗളിനെ വിളിച്ചു വരുത്തി അവരെ മർദ്ദിക്കാനൊക്കെ ശ്രമിച്ചു. ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും അയാൾക്കെതിരായിട്ട് നടപടി വേണ്ടി വരും. ഇന്ത്യയുടെ മതേതര സ്വഭാവം ഭരണഘടനാപരമാണ്. അതുകൊണ്ട് ആ നിയമ നടപടികളൊന്നും ആ സംസ്ഥാനത്ത് മാത്രം നിൽക്കുമായിരിക്കാം. പക്ഷേ അവിടുത്തെ കോടതിയിലും അവിടുത്തെ ഹൈക്കോടതിയിലൊന്നും അത് വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലോട്ട് ചെന്നാൽ ഒട്ടും വിലപ്പോവില്ല. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ആ സ്റ്റേറ്റിലുള്ള. ചില സ്റ്റേറ്റുകളിൽ അവരെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ജാതിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവില്ല. കർണാടകയിലും അങ്ങനെ ഒരു നിയമം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. തമിഴ്നാട്ടിലും അങ്ങനെ ഒരു നിയമമില്ല. ബംഗാളിലും അങ്ങനെയില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു നിയമങ്ങളില്ല. 5-8 സംസ്ഥാനങ്ങളിൽ ഇങ്ങനൊരു സങ്കുചിത മനസ്സോടുകൂടി ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് അത് ഭരണഘടനാപരമായ വിരുദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ വിലപ്പോകില്ല. ഈ കന്യാസ്ത്രീമാർക്ക് അവർക്ക് തീർച്ചയായിട്ടും അവർ 2-3 വർഷത്തെ തടവിനുള്ളതായതുകൊണ്ട് അവിടുത്തെ ലോവർ കോടതി അവർക്ക് ബെയിൽ കൊടുക്കാത്തതുകൊണ്ട് അടുത്ത ദിവസം ഹയർ കോടതിയിലേക്ക് പോയി അവർക്ക് ബെയിൽ അനുവദിച്ചു കൊണ്ടുവരും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ബുദ്ധമതത്തിലോട്ട് പലരും പോകുന്നുണ്ട്, ജൈനമതത്തിലോട്ട് പോകുന്നുണ്ട്, അത് ഹിന്ദുയിസത്തിലേക്ക് പോകുന്നുണ്ട്, മുസ്ലിം മതത്തിലേക്ക് പോകുന്നുണ്ട്, ക്രിസ്ത്യൻ മതത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അത് ഭരണഘടനാപരമായിട്ടൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. സ്റ്റേറ്റുകൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് സുപ്രീം കോടതി പോകേണ്ടി വരും.